17/5/24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇരിക്കവേ ഒരു വസ്തുവിലും ആസക്തി ഉണ്ടായിരിക്കാത്ത വിധം ട്രസ്റ്റി ആകൂ. എൻ്റേതായി യാതൊന്നുമില്ല, ഇങ്ങനെ ബെഗറായി മാറൂ. ചോദ്യം: കുട്ടികളായ നിങ്ങളുടെ പുരുഷാർത്ഥത്തിൻ്റെ ലക്ഷ്യം ഏതാണ്? ഉത്തരം: താങ്കൾ മരിച്ചുവെങ്കിൽ ലോകം മരിച്ചു. ഇത് തന്നെയാണ് നിങ്ങളുടെ ലക്ഷ്യം. ശരീരത്തോടുള്ള മമത്വം മാറണം. ഒന്നും ഓർമ്മ വരാത്ത വിധം ബെഗറാകൂ. ആത്മാവ് അശരീരിയായി പോകട്ടെ. നമുക്ക് തിരികെ പോകണം, ഇത്രമാത്രം. ഇങ്ങനെയുള്ള പുരുഷാർത്ഥം ചെയ്യുന്നവർ ബെഗർ ടു പ്രിൻസ് ആകുന്നു. കുട്ടികളായ നിങ്ങൾ തന്നെയാണ് ദരിദ്രനിൽ നിന്നും ധനികനും ധനികനിൽ നിന്നും ദരിദ്രനും ആകുന്നത്. നിങ്ങൾ ധനികരായിരിക്കുമ്പോൾ ഒരു ദരിദ്രൻ പോലും ഉണ്ടായിരിക്കുന്നില്ല. ഓം ശാന്തി. ബാബ കുട്ടികളോട് ചോദിക്കുകയാണ്, ആത്മാവാണോ കേൾക്കുന്നത് അതോ ശരീരമാണോ കേൾക്കുന്നത്? മുന്നിലുള്ളവർ പറഞ്ഞു, ആത്മാവ്. ആത്മാവ് തീർച്ചയായും ശരീരത്തിലൂടെ കേൾക്കും. കുട്ടികൾ എഴുതുന്നതും ഇങ്ങനെയാണ്: ഇന്നയാളുടെ ആത്മാവ് ബാബ്ദാദയെ ഓർമ്മിക്കുന്നു. ഇന്നയാളുടെ ആത്മാവ് ഇന്ന് ഇന്ന സ്ഥാനത്ത് പോകുന്നു എന്ന്. ഞാൻ ആത്മാവാണ് എന്നത് ഒരു ശീലമായതുപോലെയാണ്. കാരണം കുട്ടികൾക്ക് ആത്മാഭിമാനി ആകേണ്ടതുണ്ട്. എവിടെ നോക്കിയാലും ആത്മാവും ശരീരവുമുണ്ട് എന്നതറിയുന്നുണ്ട്. ഇതിലുള്ളത് രണ്ട് ആത്മാക്കളാണ്. ഒന്ന് ആത്മാവ്, ഇനിയൊന്നിനെ പരമാത്മാവ് എന്ന് പറയുന്നു. പരമാത്മാവ് സ്വയം പറയുന്നു, ഞാൻ ഈ ശരീരത്തിൽ. ഇദ്ദേഹത്തിൻ്റെ ആത്മാവ് ഏതൊന്നിലാണോ പ്രവേശിച്ചിരിക്കുന്നത്, ഈ ശരീരത്തിൽ ഞാൻ പ്രവേശിക്കുന്നു. ശരീരമില്ലാതെ ആത്മാവിന് നിലനിൽക്കാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ ബാബ പറയുന്നു, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ബാബയെ ഓർമ്മിക്കുന്നത്, പവിത്രമായി ശാന്തിധാമത്തിലേക്ക് പോകുന്നത്. പിന്നെ ദൈവിക ഗുണങ്ങളും എത്രത്തോളം ധാരണ ചെയ്ത് മറ്റുള്ളവരെയും ചെയ്യിക്കുമോ, സ്വദർശന ചക്രധാരിയായി ആക്കുകയും ചെയ്യുമോ, അത്രയും ഉയർന്ന പദവി നേടും. ഇതിൽ ആരെങ്കിലും കുഴങ്ങി പോകുന്നുവെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഞാൻ ആത്മാവാകുന്നു എന്നത് തീർച്ചയാണ്. ആരാണോ ബ്രാഹ്മണരായത്, ബാബ ആ കുട്ടികളോട് തന്നെയാണ് പറയുന്നത്, മറ്റുള്ളവരോട് പറയുകയില്ല. കുട്ടികൾ തന്നെയാണ് പ്രിയമായി തോന്നുന്നത്. ഓരോ പിതാവിനും കുട്ടികൾ പ്രിയമായി തോന്നുന്നു. മറ്റുള്ളവരെ പുറമേ സ്നേഹിച്ചാലും ഇത് എൻ്റെ കുട്ടിയല്ല എന്നത് ബുദ്ധിയിലുണ്ടായിരിക്കും. ഞാൻ കുട്ടികളോട് തന്നെയാണ് സംസാരിക്കുന്നത്. കാരണം കുട്ടികളെ തന്നെയാണ് പഠിപ്പിക്കേണ്ടത്. പിന്നെ പുറത്തുള്ളവരെ പഠിപ്പിക്കേണ്ടത് നിങ്ങളുടെ ജോലിയാണ്. ചിലരാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കുന്നു, ചിലർ ഒരല്പം മനസ്സിലാക്കിയ ശേഷം പോയി കളയും. പിന്നെ ഇവിടെ വളരെയധികം അഭിവൃദ്ധി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് കാണുമ്പോൾ വരും, ഏതായാലും നോക്കാമെന്ന്. നിങ്ങൾ ഇത് മനസ്സിലാക്കിച്ചു കൊടുക്കും. ബാബ എല്ലാ ആത്മാക്കളോടും അഥവാ കുട്ടികളോടും പറയുന്നു, എന്നെ ഓർമ്മിക്കൂ. എല്ലാ ആത്മാക്കളെയും ബാബ തന്നെയാണ് പാവനമാക്കുന്നത്. ആ ഒന്ന് പറയുന്നു, എന്നെ അല്ലാതെ മറ്റാരെയും ഓർമ്മിക്കേണ്ടതില്ല. എൻ്റെ അവ്യഭിചാരി ഓർമ്മ വയ്ക്കൂ. അപ്പോൾ നിങ്ങളുടെ ആത്മാവ് പാവനമായി മാറും. പതീത പാവനൻ ഞാൻ ഒരാൾ തന്നെയാണ്. എൻ്റെ ഓർമ്മയിലൂടെ തന്നെയാണ് ആത്മാവ് പാവനമാകുന്നത്. അതിനാൽ പറയുന്നു, കുട്ടികളെ, എന്നെ മാത്രം ഓർമ്മിക്കൂ. ബാബ തന്നെയാണ് പതീത രാജ്യത്തിൽ നിന്നും പാവന രാജ്യം ആക്കുന്നത്, ലിബറേറ്റ് ചെയ്യുന്നത്. എവിടെ കൊണ്ടുപോകുന്നു? ശാന്തിധാമത്തിലും പിന്നെ സുഖധാമത്തിലും. മുഖ്യമായ കാര്യം തന്നെ പാവനമാകുന്നതിൻ്റേതാണ്. 84ൻ്റെ ചക്രം മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതും സഹജമാണ്. ചിത്രം കാണുമ്പോൾ തന്നെ നിശ്ചയമുണ്ടാകുന്നു. അതിനാൽ ബാബ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു, മ്യൂസിയം തുറക്കൂ ആഡംബരത്തോടെ. മനുഷ്യരെ ആഡംബരം ആകർഷിക്കും. ധാരാളം പേർ വരും. നിങ്ങൾ ഇത് കേൾപ്പിക്കും. നമ്മൾ ബാബയുടെ ശ്രീമത്തിലൂടെ ഇതായിക്കൊണ്ടിരിക്കുന്നു. ബാബ പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ.
ദൈവിക ഗുണം ധാരണ ചെയ്യൂ. ബാഡ്ജ് തീർച്ചയായും കൂടെ ഉണ്ടായിരിക്കേണ്ടതാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ ബെഗർ ടു പ്രിൻസ് ആകും. ആദ്യം ശ്രീകൃഷ്ണനാകുമല്ലോ. ശ്രീകൃഷ്ണൻ ആകാത്തത് വരെയും ശ്രീനാരായണൻ ആകുവാൻ സാധിക്കില്ല. കുട്ടിയിൽ നിന്നും വലുതാകണം. അപ്പോഴാണ് നാരായണൻ എന്ന നാമം ലഭിക്കുന്നത്. ഇതിൽ 2 ചിത്രങ്ങളുമുണ്ട്. നിങ്ങൾ ഇതാകുന്നു. ഇപ്പോൾ നിങ്ങൾ എല്ലാവരും ബെഗർ ആയിരിക്കുകയാണ്. ഈ ബ്രഹ്മകുമാർ കുമാരിമാരെല്ലാം ബെഗേഴ്സാണ്. ഇവരുടെ അടുക്കൽ യാതൊന്നുമില്ല. ബെഗർ എന്നാൽ ആരുടെ അടുക്കലാണോ ഒന്നുമില്ലാത്തത്. ചിലരെ നമ്മൾ ബെഗർ എന്ന് പറയില്ല. ഈ ബാബയാണെങ്കിൽ ഏറ്റവും വലിയ ബെഗറാണ്. ഇതിൽ പൂർണ്ണമായും ബെഗർ ആകേണ്ടതുണ്ട്. ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇരിക്കവേ ആസക്തി ഇല്ലാതാക്കേണ്ടതുണ്ട്. നിങ്ങൾ ഡ്രാമയനുസരിച്ച് ആസക്തി ഇല്ലാതാക്കി. നിശ്ചയബുദ്ധികൾ തന്നെയാണ് അറിയുന്നത്. നമ്മുടെ എന്തെല്ലാമുണ്ടോ അത് ബാബയ്ക്ക് നൽകി. ഇങ്ങനെ പറയുകയും ചെയ്യുന്നു, ഹേ ഭഗവാനെ, അങ്ങ് എന്തെല്ലാം നൽകിയോ അത് അങ്ങയുടേത് തന്നെയാണ്, നമ്മുടേതല്ല. അത് ഭക്തിമാർഗമാകുന്നു. ആ സമയത്ത് ബാബ അകലെയായിരുന്നു. ഇപ്പോൾ ബാബ വളരെ സമീപമാണ്. മുന്നിലുണ്ടായിരിക്കവേ ആ ഒന്നിൻ്റേത് ആകേണ്ടതുണ്ട്. നിങ്ങൾ ബാബ എന്ന് പറയുന്നു. ബാബയുടെ ശരീരത്തെ നോക്കേണ്ടതില്ല. ബുദ്ധി മുകളിലേക്കാണ് പോകുന്നത്. ഇത് ലോണായി എടുക്കപ്പെട്ട ശരീരമാണ്. എങ്കിലും നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്, നമ്മൾ ശിവബാബയോടാണ് സംസാരിക്കുന്നത്. ഇത് വാടകയ്ക്ക് എടുക്കപ്പെട്ട രഥമാണ്, ആ ഒന്നിൻ്റേതല്ല. എത്ര വലിയ വ്യക്തിയായിരിക്കുമോ അപ്പോൾ വാടകയും വളരെയധികം ലഭിക്കും എന്നത് തീർച്ചയാണ്. രാജാവാണ് കെട്ടിടം എടുക്കുന്നത് എന്ന് കെട്ടിടം ഉടമ കാണുകയാണെങ്കിൽ വാടക 1000 പകരം 4000 പറയും. കാരണം ഇദ്ദേഹം ധനികനാണ് എന്ന് മനസ്സിലാക്കുന്നു. ഈ വാങ്ങുന്നത് കൂടുതലാണ് എന്ന് രാജാക്കന്മാർ ഒരിക്കലും പറയില്ല. അങ്ങനെയില്ല. അവർക്ക് പൈസയുടെയോ മറ്റോ ചിന്തയേ ഉണ്ടായിരിക്കില്ല. അവർ സ്വയം ആരോടും സംസാരിക്കുന്നില്ല. പ്രൈവറ്റ് സെക്രട്ടറി തന്നെയാണ് സംസാരിക്കുന്നത്. ഇക്കാലത്താണെങ്കിൽ കൈക്കൂലി ഇല്ലാതെ കാര്യം നടക്കുന്നില്ല. ബാബ വളരെയധികം അനുഭവിയാണ്. അവർ വളരെ റോയലായിരിക്കും. സാധനം ഇഷ്ടമായി ഇത്ര തന്നെ. പിന്നെ സെക്രട്ടറിയോട് പറയും, ഇവരുമായി തീരുമാനമുണ്ടാക്കി വാങ്ങിക്കൊണ്ടുവരൂ. ഇങ്ങനെയുള്ള സാധനങ്ങൾ തുറന്നു വയ്ക്കും. മഹാരാജാവും മഹാറാണിയും 2 പേരും വരും. ഏതു വസ്തു ഇഷ്ടമാകുമോ അതിന്മേൽ കേവലം കണ്ണുകൾ കൊണ്ട് സൂചന നൽകും. സെക്രട്ടറി സംസാരിച്ച് ഇടയിൽ വെച്ച് തൻ്റെ പങ്ക് മാറ്റുകയും ചെയ്യുന്നു. ചില രാജാക്കന്മാർ കൂടെ പൈസ കൊണ്ടുവരുന്നു. സെക്രട്ടറിയോട് പറയും, ഇവർക്ക് പൈസ കൊടുക്കൂ. ബാബ എല്ലാവരുടെയും കണക്ഷനിൽ വന്നിട്ടുണ്ട്. എങ്ങനെയെല്ലാമാണ് അവരുടെ ആക്ട് നടക്കുന്നത് എന്നതറിയാം. രാജാക്കന്മാരുടെ അടുക്കൽ ഖജാൻജി, അതായത് ട്രഷറർ ഉണ്ടായിരിക്കും. അതേപോലെ ഇവിടെയും ശിവബാബയ്ക്ക് ഖജാൻജി ഉണ്ട്. ഇദ്ദേഹം ട്രസ്റ്റിയാണ്. ബാബയ്ക്ക് ഇതിൽ ഒരു മോഹവുമില്ല. ഇദ്ദേഹം തൻ്റെ പൈസയിൽ പോലും മോഹം വച്ചില്ല. സർവ്വതും ശിവബാബയ്ക്ക് നൽകി. അപ്പോൾ പിന്നെ ശിവബാബയുടെ ധനത്തിൽ മോഹം എങ്ങനെ വയ്ക്കുവാനാണ്? ഇദ്ദേഹം ട്രസ്റ്റിയാണ്. ആരുടെ അടുക്കൽ ധനമുണ്ടോ? ഇക്കാലത്ത് ഗവൺമെൻറ് എത്ര പരിശോധന നടത്തുന്നു? വിദേശത്തു നിന്നും വരികയാണെങ്കിൽ പൂർണ്ണമായും നല്ല രീതിയിൽ പരിശോധിക്കുന്നു. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്കറിയാം എങ്ങനെയാണ് ബെഗർ ആകേണ്ടതെന്ന്. യാതൊന്നും ഓർമ്മ വരരുത്. ആത്മാവ് അശരീരിയായി മാറണം. ഈ ശരീരത്തെ പോലും തൻ്റേതായി മനസ്സിലാക്കരുത്. എൻ്റേതായി യാതൊന്നും ഉണ്ടായിരിക്കരുത്. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. ഇപ്പോൾ നിങ്ങൾക്ക് തിരികെ പോകേണ്ടതുണ്ട്. നിങ്ങൾക്കറിയാം എങ്ങനെയാണ് ബെഗർ ആകേണ്ടതെന്ന്. ശരീരത്തോടും മമത്വം ഇല്ലാതാകണം. താങ്കൾ മരിച്ചുവെങ്കിൽ ലോകം മരിച്ചു. ഇതാണ് ലക്ഷ്യം. ബാബ പറയുന്നത് ശരിയാണ് എന്നത് മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് തിരികെ പോകേണ്ടതുണ്ട്. ശിവബാബയ്ക്ക് നിങ്ങൾ എന്തെല്ലാം നൽകുന്നുവോ അതിനുള്ള റിട്ടേൺ പിന്നെ അടുത്ത ജന്മത്തിൽ ലഭിക്കുന്നു.
അതിനാൽ പറയുന്നു, ഇതെല്ലാം ഈശ്വരൻ തന്നെയാണ് നൽകിയത്. പൂർവ്വജന്മത്തിൽ ഇങ്ങനെയുള്ള നല്ല കർമ്മം ചെയ്തു, അതിൻ്റെ ഫലം ലഭിച്ചു. ശിവബാബ ആരുടേതും സൂക്ഷിക്കുന്നില്ല. വലിയ വലിയ രാജാക്കന്മാർ, ഭൂ ഉടമകളും മറ്റും ഉണ്ടെങ്കിൽ അവർക്ക് ഉപഹാരവും നൽകുന്നു. പിന്നെ ചിലർ ഉപഹാരം വാങ്ങുന്നു, ചിലർ വാങ്ങുന്നില്ല. അവിടെയാണെങ്കിൽ നിങ്ങൾ ഒരു ദാനപുണ്യവും ചെയ്യുന്നില്ല. കാരണം അവിടെ എല്ലാവരുടെയും അടുക്കൽ പൈസ ധാരാളമുണ്ട്. ആർക്ക് ദാനം നൽകും? ദരിദ്രർ അവിടെ ഉണ്ടായിരിക്കുന്നതേയില്ല. നിങ്ങൾ തന്നെയാണ് ദരിദ്രനിൽ നിന്നും ധനികനും ധനികനിൽ നിന്നും ദരിദ്രനും ആകുന്നത്. ഇന്നയാൾക്ക് ആരോഗ്യം നൽകൂ, കൃപ കാണിക്കൂ, ഇത് ചെയ്യൂ എന്ന് പറയുന്നുവല്ലോ. മുൻപ് തുടക്കത്തിൽ ശിവബാബയോട് തന്നെയാണ് ആവശ്യപ്പെട്ടിരുന്നത്. പിന്നെ വ്യഭിചാരിയായി മാറിയപ്പോൾ എല്ലാവരുടെയും മുന്നിൽ പോയിക്കൊണ്ടിരിക്കുന്നു. സഞ്ചി നിറച്ചു തരൂ എന്ന് പറയുന്നു. എത്ര കല്ലുബുദ്ധിയാണ്! കല്ലുബുദ്ധിയിൽ നിന്നും പവിഴ ബുദ്ധിയാക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നു. കുട്ടികളായി നിങ്ങൾക്ക് വളരെ സന്തോഷമുണ്ടായിരിക്കണം. അതീന്ദ്രിയ സുഖത്തെക്കുറിച്ച് ചോദിക്കണമെങ്കിൽ ഗോപി വല്ലഭൻ്റെ ഗോപികമാരോട് ചോദിക്കൂ എന്ന് പാടപ്പെട്ടിട്ടുമുണ്ട്. ആർക്കെങ്കിലും വളരെയധികം നേട്ടമുണ്ടാവുകയാണെങ്കിൽ വളരെ സന്തോഷമുണ്ടാകുന്നു. അപ്പോൾ കുട്ടികളായ നിങ്ങൾക്കും വളരെയധികം സന്തോഷമുണ്ടായിരിക്കേണ്ടതാണ്. നിങ്ങൾക്ക് 100% സന്തോഷമുണ്ടായിരുന്നു, പിന്നെ കുറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പോഴാണെങ്കിൽ ഒന്നും തന്നെയില്ല. മുൻപ് പരിധിയില്ലാത്ത ചക്രവർത്തി പദം ഉണ്ടായിരുന്നു. പിന്നെയുള്ളത് പരിധിയുള്ള രാജപദമാണ്, അല്പകാലത്തേക്ക് വേണ്ടി. ഇപ്പോൾ ബിർളയുടെ അടുത്ത് എത്രയധികം ധനസമ്പത്തുണ്ട്. ക്ഷേത്രം നിർമ്മിക്കുന്നു, അതിലൂടെ ഒന്നും ലഭിക്കുന്നില്ല. ദരിദ്രർക്ക് ഒന്നും നൽകുന്നില്ല. ക്ഷേത്രമുണ്ടാക്കി, അവിടെ മനുഷ്യർ പോയി ശിരസ് നമിക്കും. പിന്നെ ദരിദ്രർക്ക് ദാനം നൽകുന്നുവെങ്കിൽ അതിനുള്ള റിട്ടേൺ ലഭിക്കും. ധർമ്മശാല ഉണ്ടാക്കുകയാണെങ്കിൽ ധാരാളം മനുഷ്യർ പോയി അവിടെ വിശ്രമിക്കുന്നു. അപ്പോൾ അടുത്ത ജന്മത്തേക്ക് അല്പകാലത്തേക്ക് വേണ്ടി സുഖം ലഭിക്കുന്നു. ആരെങ്കിലും ഹോസ്പിറ്റൽ നിർമ്മിക്കുകയാണെങ്കിലും അല്പകാലത്തേക്ക് സുഖം ലഭിക്കുന്നു, ഒരു ജന്മത്തേക്ക്. പരിധിയില്ലാത്ത ബാബ കുട്ടികൾക്കിരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ഈ പുരുഷോത്തമ സംഗമയുഗത്തിന് വളരെയധികം മഹിമയുണ്ട്. നിങ്ങൾക്കും വളരെയധികം മഹിമയുണ്ട്. നിങ്ങൾ പുരുഷോത്തമരാകുന്നു. ബ്രാഹ്മണരായ നിങ്ങളെ തന്നെയാണ് ഭഗവാൻ വന്ന് പഠിപ്പിക്കുന്നത്. ആ ഒന്ന് ജ്ഞാനത്തിൻ്റെ സാഗരമാണ്. ഈ മുഴുവൻ മനുഷ്യ സൃഷ്ടിരൂപി വൃക്ഷത്തിൻ്റെ ബീജരൂപമാണ്. മുഴുവൻ ഡ്രാമയുടെ ആദിമധ്യ അന്ത്യത്തിൻ്റെ രഹസ്യം മനസ്സിലാക്കിച്ചു തരുന്നു. നിങ്ങളെ എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് ചോദിക്കും. പറയൂ, ഇത് മറന്നുവോ? ഗീതയിൽ ഭഗവാൻ ഉവാച ഉണ്ടല്ലോ, ഞാൻ നിങ്ങളെ രാജാക്കന്മാരുടെയും രാജാവാക്കുന്നു. ഇതിൻ്റെ അർത്ഥം നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. പതീത രാജാക്കന്മാർ പാവന രാജാക്കന്മാരുടെ പൂജ ചെയ്യുന്നു. അതിനാൽ ബാബ പറയുന്നു, നിങ്ങളെ രാജാക്കന്മാരുടെയും രാജാവാക്കുന്നു. ഈ ലക്ഷ്മി നാരായണൻ സ്വർഗത്തിൻ്റെ അധികാരിയായിരുന്നല്ലോ. സ്വർഗത്തിലെ ദേവതമാരെ ദ്വാപര കലിയുഗത്തിൽ എല്ലാവരും നമിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നു. ഈ കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഭക്തർ ഒന്നും മനസ്സിലാക്കുന്നില്ല. അവർ കേവലം ശാസ്ത്രങ്ങളുടെ കഥകൾ വായിക്കുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ബാബ പറയുന്നു, നിങ്ങൾ ഏതൊരു ഗീത പകുതി കൽപ്പമായി പഠിച്ചും കേട്ടും വന്നുവോ, അതിലൂടെ എന്തു പ്രാപ്തിയുണ്ടായി? വയർ ഒട്ടും നിറഞ്ഞതേയില്ല, അതായത് തൃപ്തമായില്ല. ഇപ്പോൾ നിങ്ങളുടെ വയർ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കറിയാം, ഈ പാർട്ട് ഒരേ ഒരു തവണയാണ് നടക്കുന്നത്. സ്വയം ഭഗവാൻ പറയുന്നു, ഞാൻ ഈ ശരീരത്തിൽ പ്രവേശിക്കുന്നു. ബാബ ഇദ്ദേഹത്തിലൂടെ സംസാരിക്കുന്നു. അപ്പോൾ തീർച്ചയായും പ്രവേശിക്കും. മുകളിൽ നിന്നും ഡയറക്ഷൻ നൽകുമോ? പറയുന്നു, ഞാൻ മുന്നിൽ വരുന്നു. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ഈ ബ്രഹ്മാവും ഒന്നും അറിഞ്ഞിരുന്നില്ല, ഇപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നെ ഗംഗയുടെ ജലം പാവനമാക്കുന്ന ഒന്നല്ല, ഇത് ജ്ഞാനത്തിൻ്റെ കാര്യമാണ്. നിങ്ങൾ അറിയുന്നുണ്ട്, ബാബ മുന്നിലിരിക്കുകയാണ്. നിങ്ങളുടെ ബുദ്ധി ഇപ്പോൾ മുകളിലേക്ക് പോവുകയില്ല. ഇത് ആ ഒന്നിൻ്റെ രഥമാണ്.
ഇദ്ദേഹത്തെ ബാബ ബൂട്ട് എന്നും പറയുന്നു, ചെപ്പ് എന്നും പറയുന്നു. ഈ ചെപ്പിൽ ആ വജ്രമുണ്ട്. എത്ര ഫസ്റ്റ് ക്ലാസ് വസ്തുവാണ്! ഇതിനെ വെക്കേണ്ടത് സ്വർണ്ണ ചെപ്പിലാണ്. ഗോൾഡൻ ഏജ്ഡ് ചെപ്പ് ഉണ്ടാക്കുന്നു. ബാബ പറയുന്നുണ്ടല്ലോ, അലക്കുകാരൻ അടിച്ചപ്പോൾ അഴുക്ക് നീങ്ങി. ഇതിനെ പറയുന്നത് അത്ഭുത മന്ത്രം എന്നാണ്. അത്ഭുത മന്ത്രത്തിലൂടെ സെക്കൻഡിൽ ജീവൻ മുക്തി. അതിനാൽ ആ ഒന്നിനെ മാന്ത്രികൻ എന്നും പറയുന്നു. സെക്കൻഡിൽ നിശ്ചയമുണ്ടാകുന്നു, നമ്മൾ ഇതാകും. ഈ കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ പ്രാക്ടിക്കലിൽ കേൾക്കുന്നു. മുൻപ് എപ്പോഴാണോ സത്യനാരായണൻ്റെ കഥ കേൾക്കുമായിരുന്നത്, അപ്പോൾ എന്താണ് മനസ്സിലാക്കിയിരുന്നത്? ആ സമയത്ത്, കഥ കേൾക്കുന്ന സമയത്ത് വിദേശവും സ്റ്റീമറും മറ്റും ഓർമ്മ വരുമായിരുന്നു. സത്യനാരായണൻ്റെ കഥ കേട്ട ശേഷം യാത്രയ്ക്ക് പോകുമായിരുന്നു. അവർ പിന്നെ മടങ്ങി വരും. ബാബ പറയുന്നു, നിങ്ങൾക്ക് പിന്നെ ഈ മോശമായ ലോകത്തിൽ മടങ്ങേണ്ടതില്ല. ഭാരതം അമരലോകവും സ്വർഗവും ദേവീദേവന്മാരുടെയും രാജ്യമായിരുന്നു. ഈ ലക്ഷ്മി നാരായണൻ വിശ്വത്തിൻ്റെ അധികാരിയായിരുന്നല്ലോ. ഇവരുടെ രാജ്യത്തിൽ പവിത്രതയും സുഖവും ശാന്തിയും ഉണ്ടായിരുന്നു. ലോകവും ഇതാണ് യാചിക്കുന്നത്. വിശ്വത്തിൽ ശാന്തി ഉണ്ടാകട്ടെ, എല്ലാവരും ഒരുമിച്ച് ഒന്നാകട്ടെ. ഇപ്പോൾ ഇത്രയും ധർമ്മങ്ങളെല്ലാം എങ്ങനെയാണ് ഒന്നു ചേരുക? ഓരോരുത്തരുടെയും ധർമ്മം വേറെയാണ്, ഫീച്ചേഴ്സ് വേറെ വേറെയാണ്. എല്ലാം എങ്ങനെ ഒന്നാകും? അത് ശാന്തിധാമവും സുഖധാമവുമാണ്. അവിടെ ഒരു ധർമ്മവും ഒരു രാജ്യവും ഉണ്ടായിരിക്കും. ശബ്ദമുണ്ടാകാൻ തക്കവണ്ണം രണ്ടാമതൊരു ധർമ്മമേ ഇല്ല. അതിനെ വിശ്വത്തിൽ ശാന്തി എന്ന് പറയുന്നു. ഇപ്പോൾ കുട്ടികളായ നിങ്ങളെ ബാബ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതും അറിയുന്നുണ്ട്, എല്ലാ കുട്ടികളും ഏകരസമായി പഠിക്കുന്നില്ല, നമ്പർ വൈസ് തന്നെയാണ്. ഇതും രാജധാനിയാണ് സ്ഥാപിതമായിക്കൊണ്ടിരിക്കുന്നത്. കുട്ടികളെ എത്ര വിവേകശാലികളാക്കുന്നു! ഇത് ഈശ്വരീയ യൂണിവേഴ്സിറ്റിയാണ്. ഭക്തർ മനസ്സിലാക്കുന്നില്ല. ഭഗവാൻ ഉവാച എന്നനേകം തവണ കേട്ടിട്ടുമുണ്ട്. കാരണം ഗീത തന്നെ ഭാരതവാസികളുടെ ധർമ്മശാസ്ത്രമാണ്. ഗീതയ്ക്ക് അപാര മഹിമയുണ്ട്. സർവശാസ്ത്രമയി ശിരോമണി ഭഗവത്ഗീതയാണ്. ശിരോമണി എന്നാൽ ശ്രേഷ്ഠത്തിലും ശ്രേഷ്ഠം, പതീത പാവനും സദ്ഗതിദാതാവും ഒരു ഭഗവാൻ തന്നെയാണ്. ആ ഒന്ന് സർവ ആത്മാക്കളുടെയും പിതാവാണ്. ഭാരതവാസികൾ അർത്ഥം മനസ്സിലാക്കുന്നില്ല. എല്ലാവരും സഹോദരന്മാരാണ് എന്ന് കേവലം അറിവില്ലാതെയാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ബാബ മനസ്സിലാക്കിച്ചു തന്നു, നമ്മൾ സഹോദരന്മാരാണ്, നമ്മൾ ശാന്തിധാമത്തിലെ നിവാസികളാണ്. ഇവിടെ പാർട്ട് അഭിനയിച്ച് നമ്മൾ ബാബയെയും മറന്നു പോകുന്നു, വീടിനെയും മറന്നു പോകുന്നു. ഭാരതത്തിന് മുഴുവൻ വിശ്വത്തിൻ്റെയും രാജ്യം നൽകുന്ന ബാബ ആരാണോ ആ ഒന്നിനെ എല്ലാവരും മറന്നു പോകുന്നു. ഈ എല്ലാ രഹസ്യവും ബാബ തന്നെയാണ് മനസ്സിലാക്കിക്കുന്നത്. ശരി, മധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: അതീന്ദ്രിയ സുഖം അനുഭവിക്കുന്നതിനായി ഈ സ്മൃതി ഉണ്ടായിരിക്കണം. ഇത് പുരുഷോത്തമ സംഗമയുഗമാണ്. ഇതിൽ നമ്മളെ ഭഗവാൻ പഠിപ്പിക്കുന്നു. ആ ഒന്നിലൂടെ നമ്മൾ രാജാക്കന്മാരുടെയും രാജാവാകും. ഇപ്പോൾ തന്നെയാണ് നമുക്ക് ഡ്രാമയുടെ ആദിമധ്യ അന്ത്യത്തിൻ്റെ ജ്ഞാനമുള്ളത്. ഇപ്പോൾ തിരികെ വീട്ടിലേക്ക് പോകേണ്ടതുണ്ട്. അതിനാൽ ഈ ശരീരത്തോട് പോലും പൂർണ്ണമായും ബഗറാകണം. ഇതിനെ മറന്ന് സ്വയം അശരീരി ആത്മാവായി മനസ്സിലാക്കണം. വരദാനം: സദാ സന്തുഷ്ടമായിരുന്ന് തൻ്റെ ദൃഷ്ടിയിലൂടെ, വൃത്തിയിലൂടെ, കൃതിയിലൂടെ സന്തുഷ്ടതയുടെ അനുഭൂതി ഉണ്ടാക്കുന്ന സന്തുഷ്ടമണിയായി ഭവിക്കട്ടെ. ആരാണോ സദാ സന്തുഷ്ടതയുടെ വിശേഷതയിലൂടെ സ്വയവും സന്തുഷ്ടമായിരിക്കുന്നത്, തൻ്റെ ദൃഷ്ടിയിലൂടെ, വൃത്തിയിലൂടെ, കൃതിയിലൂടെ മറ്റുള്ളവർക്കും സന്തുഷ്ടതയുടെ അനുഭൂതി ഉണ്ടാക്കിക്കുന്നത്, അവരാണ് ബ്രാഹ്മണ കുലത്തിലെ വിശേഷ ആത്മാക്കൾ.
അവർ തന്നെയാണ് സന്തുഷ്ടമണികൾ. അവർ സദാ സങ്കല്പത്തിലും വാക്കിലും സംഘടനയുടെ സംബന്ധ സമ്പർക്കത്തിലും അഥവാ കർമ്മത്തിലും ബാപ്ദാദയിലൂടെ തൻ്റെ മേൽ സന്തുഷ്ടതയുടെ ഗോൾഡൻ പുഷ്പങ്ങളുടെ മഴ അനുഭവിക്കുന്നു. ഇങ്ങനെയുള്ള സന്തുഷ്ടമണികൾ തന്നെയാണ് ബാപ്ദാദയുടെ കഴുത്തിലെ മാലയാകുന്നത്, രാജ്യാധികാരിയാകുന്നത്, ഭക്തർ സ്മരിക്കുന്ന മാലയാകുന്നത്. സ്ലോഗൻ: നെഗറ്റീവും വേസ്റ്റും സമാപ്തമാക്കി പ്രയത്നമുക്തമാകൂ. ഓം ശാന്തി. ഓം ശാന്തി. ആത്മസ്മൃതിയുടെ തിലകമണിഞ്ഞ് ഞാൻ ഒരു നിമിഷത്തിൽ ബ്രഹ്മലോകത്തിൽ പരമാത്മാവിൻ്റെ സമീപം എത്തിച്ചേരുന്നു. ശിവപരമാത്മാവിൻ്റെ തേജസ്വി കിരണങ്ങൾ ആത്മാവിൽ സ്പർശിക്കുന്നു. മധുരമായ ബാബ, എൻ്റെ മനസ്സും ബുദ്ധിയും ഞാൻ അങ്ങയിൽ സമർപ്പിക്കുകയാണ്. അങ്ങയുടെ സന്താനമായ ഞാൻ ഈ സമർപ്പണ ഭാവത്തോടെ അധികാരി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ സർവ ഈശ്വരീയ ഖജനാവുകളും എൻ്റെ ജന്മാവകാശമായി എനിക്ക് അനുഭവപ്പെടുന്നു. വരദാതാവായ ബാബ, അങ്ങ് നൽകുന്ന വരദാനങ്ങൾ എന്നെ സമ്പൂർണതയുടെ പുരുഷാർത്ഥത്തിൻ്റെ മാർഗത്തിൽ സഹജമായി മുന്നോട്ട് നയിക്കുന്നു. എൻ്റെ സുഹൃത്തായ ബാബ, അങ്ങ് എനിക്ക് നൽകുന്ന കൂട്ട് ആത്മീയ സുരക്ഷയുടെ ഛത്രഛായയ്ക്കുള്ളിൽ ജീവിക്കുന്ന അനുഭവം എന്നിൽ വരുത്തുന്നു. എൻ്റെ മാതാവും പിതാവുമായ ശിവപരമാത്മാ, അങ്ങയുടെ ഓർമ്മയാകുന്ന മടിത്തട്ടിൽ ഇരിക്കുമ്പോൾ എനിക്ക് അലൗകിക സന്തോഷത്തിൻ്റെയും അതീന്ദ്രിയ സുഖത്തിൻ്റെയും ഊഞ്ഞാലിലാടുന്ന അനുഭവമുണ്ടാകുന്നു. ബിന്ദുരൂപമായ ബാബയിൽ നിന്നും ലൈറ്റിൻ്റെയും മൈറ്റിൻ്റെയും
കിരണങ്ങൾ എനിക്ക് പ്രാപ്തമാകുന്നു. ഞാൻ ശക്തിശാലി ബിന്ദു രൂപസ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നു. ഈ ശക്തിശാലി സ്ഥിതിയിൽ എൻ്റെ അനേകം ജന്മങ്ങളിലെ പാപങ്ങൾ ഭസ്മമാകുന്നു. ആത്മാവിൽ പവിത്രതയുടെ പ്രകാശം നിറയുന്നു. വിശ്വമംഗളകാരിയായ ബാബയോടൊപ്പം ഞാൻ കമ്പൈൻഡ് രൂപത്തിലിരുന്ന് എൻ്റെ സങ്കല്പത്തിലൂടെയും വൃത്തിയിലൂടെയും സുഖത്തിൻ്റെയും ശാന്തിയുടെയും ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ആത്മീയ സുഗന്ധം വിശ്വമാകെ വ്യാപിപ്പിക്കുകയാണ്.